ഇവിടെ എന്നാ പരിപാടി? തുണികളെല്ലാം നിമിഷ പെറക്കി വെക്കുന്നു. നിമിഷ ഹലോ. ഡ്രസ്സുകളല്ല, നമ്മുടെ ബെഡ്ഷീറ്റ്. നമ്മൾ ബെഡ്ഷീറ്റ് ഇന്നാണ് കേട്ടോ അലക്കാൻ സമയം കിട്ടിയത്. നമ്മൾ ഇന്നാണ് തുണി അലക്കിയത്, ബെഡ്ഷീറ്റ് അലക്കിയത്. വന്നിട്ട് 2 ദിവസം ആയെങ്കിലും അല്ലെ, തുണികളൊക്കെ അലക്കാനുള്ള സമയം ഇന്നായിട്ട് കിട്ടിയത്. അകത്തെ കാഴ്ചകൾ നിങ്ങളിപ്പോ കേറുമ്പോ കാണിച്ചു തരാം. ഫുള്ള് അലമ്പായി കിടക്കുന്നുണ്ടോ. ഇന്നിപ്പോ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് അങ്ങ് തുണിയില്ല. കാരണം ഇപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് തണുപ്പ് വരും. അതിനുമ്പോൾ ഞങ്ങൾ അതും കൂടെ പെട്ടെന്ന് ഞങ്ങൾ ഇന്ന് പുറത്തും കൂടെ പോകുന്നുണ്ടല്ലേ ചാ? കുറച്ച് സാധനങ്ങൾ മേടിക്കണം. ഒരു സാധനം ഇല്ല വീട്ടിലല്ലേ, വീട് മൊത്തം കാലിയാ, വീട് ഫുള്ള് കാലി കേട്ടോ. അപ്പം എല്ലാവർക്കും നമ്മുടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുവാ ഇവിടെ നോക്കാവോ? ചെളി ചവിട്ടുവന്ന് നമ്മളെ ഇന്നിപ്പം വന്നിട്ട് 2 ദിവസമെങ്കിൽ ഇന്ന് ഇവിടെ പുറത്തൊക്കെ ഇറക്കണം അല്ലേ? നമ്മൾ ഇതുവരെ ഇറക്കിയില്ല. പുറത്തൊന്നും ഇറങ്ങി നമ്മൾ ഗാർഡനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട്, ഒന്നും വൃത്തിയാക്കിയിട്ടില്ല. കുറച്ച് പുല്ലൊക്കെ വളർന്നൊക്കെ നിപ്പുണ്ട്. നമ്മുടെ വീട് നമ്മൾ വിചാരിച്ചത്ര മോശമായിട്ടില്ല. കഴിഞ്ഞ തവണ നമ്മൾ പോയിട്ട് മൊത്തം അലമ്പായത്. അന്ന് പറഞ്ഞാൽ നമുക്ക് 3 മാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം 1 മാസമേ ഉള്ളൂ. പക്ഷെ എന്നാലും നല്ലതായിട്ട് വീടൊക്കെ നല്ല വൃത്തിയാണ്. കാരണം മമ്മി പോകുന്നതിന് മുമ്പ് നന്നായിട്ട് വീടൊക്കെ ക്ലീൻ ആക്കി വൃത്തിയാക്കിയിട്ടാ മമ്മി പോയത് കേട്ടോ. തുടച്ചിട്ടൊക്കെ അമ്മി പോയത്. അപ്പൊ അതിന്റെ ഒരു വൃത്തി കയറി വന്നപ്പോഴേ ഉണ്ടായിരുന്നു. ഒരു പൊടിയൊന്നും അടിച്ചിട്ടില്ല കേട്ടോ, നല്ല വൃത്തിയായിരുന്നു. അതെ അതെ, പെട്ടെന്ന് രാത്രി ആവട്ടെ. ഇപ്പൊ 2 മണി കഴിയുമ്പോൾ രാത്രി, അതിന് നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് 4 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ഇരുട്ടി തുടങ്ങുമേ. നമുക്ക് പുറത്ത് പോകണ്ടേ? ഓർമ്മയാണ്, നാട്ടിലെ ഓർമ്മയാണ്. കൊച്ചിനിപ്പോഴും തൊടുപുഴയിലത്തെ ചിന്തയാട്ടോ ഐസ്ക്രീം. അതുപോലെ നിങ്ങൾ ഇത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ പ്ലമ്മിന്റെ പ്ലാന്റ് ആണ് കേട്ടോ. തണുപ്പായതുകൊണ്ട് ഇലയെല്ലാം കൊഴിഞ്ഞു പോയി. അപ്പുറത്തെ ഗാർഡൻ നമ്മൾ പിന്നെ കാണിച്ചു തരാം. പക്ഷെ അതിനകത്ത് ആപ്പിൾ മരത്തിന്റെ എല്ലാ ഇല കൊഴിഞ്ഞിട്ടോ, ഒന്നിനും ഇലയില്ല. ഈ സമയമായിട്ട് നമുക്കൊന്നും കാണില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നോക്കാതെ നമ്മൾ വെള്ളം പോലും ഒഴിച്ചു കൊടുക്കണ്ട. 2 മാസം കഴിയുമ്പോൾ വേണം നമുക്ക് നമ്മുടെ പതുക്കെ നമ്മുടെ ഗാർഡനിങ് ഒക്കെ തുടങ്ങണം. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ എന്നെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഒന്നിലും ഇലയും കാണില്ല, ഒന്നും കാണില്ല. ഈ തുണികളൊക്കെ ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അലക്കിയതാട്ടോ. നമ്മുടെ ഫുള്ള് ഡ്രസ്സുകള് അത് അലക്കാനുള്ളതല്ലേ നിമിഷ? അത് അലക്കാനുള്ളത്. ഇതിപ്പോ നമ്മൾ ഇന്ന് ബെഡ്ഷീറ്റുകൾ അത്യാവശ്യമായിട്ട് അല്ലേ? അതെ അതെ, അത് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അത് 2 ബെഡ്റൂമിലെ ബെഡ്ഷീറ്റുകൾ ഇന്ന് അലക്കി. അതുപോലെ നോക്കിയാൽ നമ്മുടെ കറിവേപ്പൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടോ. കറിവേപ്പിനൊന്നും ഒരു കുഴപ്പം പറ്റിയില്ല. വെള്ളം കുപ്പി എടുത്ത് മാറ്റിയോ? വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മള്. മമ്മി കുഞ്ഞൊരു ഓട്ടയൊക്കെ ഇട്ടിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മള് എനിക്കൊന്ന് 1/4 വെള്ളം ഉണ്ടായിരുന്നു, അല്ല പകുതിയോളം വെള്ളം ഉണ്ടായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഗോവിന്ദേട്ടൻ വന്നപ്പോൾ ഇടയ്ക്ക് നിറച്ചു വെച്ചായിരുന്നു. നമ്മുടെ കരിയാപ്പൊക്കെ ഓറഞ്ച് ഇതേ കാണുന്നു. ഓറഞ്ചിന്റെ ഒന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. വീടിന്റെ അകത്തെ അവസ്ഥകളെ കാണിച്ചു തരാം കേട്ടോ. സത്യം പറഞ്ഞാൽ പൊടിയും ബഹളങ്ങളും ഒന്നുമില്ല. പക്ഷെ പിള്ളേര് എല്ലാ ടോയ്സും ഒക്കെ എടുത്ത് വലിച്ചു വാരിയിട്ട് മൊത്തത്തിൽ അലമ്പായി കിടക്കുന്നുണ്ടോ. നമ്മള് രാവിലെ കേൾക്കുമ്പോ നമ്മളെല്ലാം നല്ല ഒരു സ്ഥലത്ത് കൂട്ടി ഒരിടത്ത് കൂട്ടി നമ്മൾ വെക്കും കേട്ടോ. നിങ്ങളെല്ലാം എണീറ്റ് വന്നു കഴിയുമ്പോ എന്നതാ നമുക്ക് ചവിട്ടട പോലും നമ്മൾ നടക്കാൻ പോലും സ്ഥലം. ആദ്യമേ അവര് സാധനങ്ങളൊക്കെ എടുത്ത് എറിയും. അതെ, 2-3 പ്രാവശ്യം ഞാൻ തെണ്ടി വീഴാൻ പോയി. നമ്മൾ എന്തെങ്കിലും ഇതും നടന്നു വെച്ചായ അങ്ങനെ അതും നടന്നു വെച്ചായ ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണോ? അമ്മ കുഴപ്പമില്ല, പ്രാർത്ഥിച്ചോ. അനി മണ്ടക്കറി പ്രാർത്ഥിക്കുള്ളൂ. നമ്മൾ ഇന്ന് വലിയ കറിയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ ഇന്നലെ 2 അമ്മമാരോടും ചോദിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കി ചായ? ദോശയുടെ മാവുണ്ടാക്കി. അത് അടപടലും പാളിപ്പോയിട്ടോ. മാവെടുത്ത് കളഞ്ഞാ നീ? തിരുപ്പുണ്ട് കേട്ടോ. ദോശയുടെ മാവൊന്നും പൊങ്ങിയില്ല കേട്ടോ. മിനിഞ്ഞാന്ന് തൊട്ട് വെക്കാൻ എല്ലാം 2 ദിവസമായിട്ടോ. എല്ലാം ഇങ്ങനെ വെച്ച് മാറി നോക്കി. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ദോശ കഴിക്കാനായിട്ട് ഇന്ന് രാവിലെ സാമ്പാർ ഉണ്ടാക്കി. ഇത് ഇത്രയും ഉണ്ടായിരുന്നു, ഫുള്ള് തീർന്നോ. അടിപൊളി സാമ്പാർ. രണ്ടുപേരും 2 ബൗളൊക്കെ എടുത്ത് നിറച്ചും സാമ്പാർ കൂടിയായിരുന്നു അല്ലേ? രാവിലെ സാമ്പാർ, ചായ, ഉച്ചക്ക് സാമ്പാർ. ദോശ ഇല്ലെങ്കിൽ എന്താ ചായ? സാമ്പാർ. ചിക്കൻ ഞങ്ങൾ മേടിച്ചായിരുന്നു, അത് ഞങ്ങൾ ഗ്രിൽ ചെയ്തു. ഗ്രിൽ ചിക്കൻ സാമ്പാറായിരുന്നു ലഞ്ചിന്. രാവിലെ വെറും സാമ്പാർ. ഒന്നും ചോറ് വേണ്ടിച്ചാൽ ആരും ചോറ് കഴിക്കില്ല. പിന്നെ എന്തിനാ ചോറ്? പിള്ളേർക്ക് മാത്രമേ ചോറുണ്ട്, അവർക്ക് മാത്രം ചോറ് കൊടുക്കും. ചപ്പാത്തിയാ ചോറാ പിള്ളേർ കഴിച്ചോളും. അമ്മയില്ലാത്ത ഓരോരോ അവസ്ഥകളല്ലേ നിമിഷം നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ അല്ലേ? പഠിച്ച് ഇപ്പൊ ഞങ്ങളുടെ ദോശ ഏതായാലും പളിപ്പോയി. നീ ഒന്നുകൂടെ ഇച്ചാൻ പറഞ്ഞു നീ ഇടണ്ട, ഇനി ഞാൻ ചെയ്തോളാം. ഇച്ചായന്റെ ദോശയിലേക്ക് ഞാൻ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. നാളെ ഇനി ഞാൻ എന്റെ പ്രിപ്പറേഷൻ ദോശമാവ് പൊങ്ങുമോ നോക്കട്ടെ. തണുപ്പ് ആയിരിക്കാം. പക്ഷെ മമ്മി ഇവിടെ ഉള്ളപ്പോഴുണ്ടല്ലോ, മമ്മി നല്ല സൂപ്പർ ദോശ അറിയാൻ പാടില്ല. അതെ, ഞങ്ങൾ ആ പരിപാടി ചോദിച്ചിട്ട് രഹസ്യം വിട്ട് പറയുന്നില്ല. മമ്മി പറഞ്ഞൊക്കെ തന്നു, ഇങ്ങനെ ചൂടാക്കിയിട്ടൊക്കെ ഓവനകത്ത് വെച്ചാൽ മതി. പിന്നെ മമ്മി ഗരാജിലെ കടയ്ക്ക് കൊണ്ട് വെക്കാറുണ്ട് കേട്ടോ. നമുക്ക് ഇനി ട്രൈ ചെയ്യും. എന്റെ പരിപാടി, എന്റെ ചാൻസ് കഴിഞ്ഞു. നോക്കാം, ഞാനൊന്നോളം നോക്കാം. ഈ കൂട്ടം പാത്രങ്ങളൊക്കെ എടുത്ത് നിരത്തിയിട്ടിട്ട്
ഇപ്പൊ കിടന്ന് ഉറങ്ങും കേട്ടോ. അവൻ ആശം കിടന്ന് ഉറങ്ങും. അവനെ കുത്തി എനിപ്പിച്ചോണ്ടാണ് ഇനി പുറത്ത് പോകാനായിട്ട്. മിറ നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. നോ യെസ് യെസ് ഇറ്റ്സ് എ പിഗ്. നമുക്ക് പോകണ്ടേ? മിറ എവിടെ പോവാ? മിറ ഡോളിനെ കൊണ്ടുവന്നുണ്ടോ? ആണോ? ഇവിടെ നല്ല ഉറക്കമുണ്ട്. ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. അവൻ എങ്ങനെ ഇതിന് പൊക്കിക്കൊണ്ട് പോകുന്ന കരിയായിരിക്കൂലേ? കുഴപ്പമില്ല. ഇങ്ങനെ കൊണ്ടുപോയി കാറിൽ വെക്കാം. അറിയത്തില്ല. അല്ലെങ്കിൽ ഇരുട്ടി കഴിഞ്ഞാൽ പണിയാ അല്ലേ? 2 മണിക്കൂറും കൂടെ അതിനുമ്പ് പെട്ടെന്ന് ഇരുട്ടോ. അതിനുമ്പ് നമുക്ക് പോയിട്ട് വരണം. അങ്ങനെ ഒരു പ്രാം എടുത്ത് വണ്ടി വെച്ചിട്ടോ. റീവൂട്ടിന് എപ്പോൾ മിക്കവാറും പ്രാം ആവശ്യം വരും. നിനക്കൊണ്ടും ചെരുപ്പിട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ 1 മാസമൊക്കെ ആയോണ്ട് മറന്നുപോയോ എന്തോ പ്രാമിലൊക്കെ ഇരിക്കാനായിട്ടല്ലേ? അത് കുഴപ്പമില്ല. ഇരുന്നോളെ. കാർ സീറ്റ് ഇരുന്നു കേട്ടോ. പിള്ളേർ വന്നപ്പോലെ ശരിയാട്ടോ. വലിയ ബഹളമൊന്നും ഉണ്ടായില്ല കേട്ടോ. അത് നമ്മുടെ വീടിൻ്റെ അവസ്ഥയൊക്കെ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എല്ലാം ഒന്ന് തുടച്ച് കഴുകാനുണ്ട്. ഇതുണ്ടോ തിണ്ണയിലൊക്കെ പൊടിയായി. അതുപോലെ ചെടികളൊക്കെ കരിഞ്ഞു കേട്ടോ. ആ ചെടികളൊക്കെ കരിഞ്ഞു. വിൻ്റർ അതിൻ്റെ ഭാഗത്തിൽ. അതുപോലെ നമ്മുടെ ഈ ചെടിയും കരിഞ്ഞു പോയി കേട്ടോ. ഇത് നല്ല ചെടിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആയിരുന്നു. നമ്മൾ വെള്ളം നനയുന്നോർത്ത് വെച്ചിട്ട് പോയത്. അപ്പോൾ എനിക്ക് അങ്ങനെ കൂടുതൽ തണുപ്പടിച്ച് മഞ്ഞ് വീണൊക്കെ അതും ഒരു ഇച്ചിരി ക്ഷീണമുണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പുറത്തുള്ളതിൻ്റെ ഒക്കെ ആപ്പിളിൻ്റെ ഒക്കെ ഇല പോയെന്ന് മാത്രമുള്ള. അപ്പോൾ എല്ലായിടത്തെയും ഇലകൾ ഒഴിഞ്ഞു കേട്ടോ. നമ്മുടെ വീട്ടിൽ മാത്രമല്ല. പക്ഷെ സ്പ്രിങ് ആകുമ്പോഴത്തേക്ക് നിറച്ചും പൂക്കളായിരിക്കും. ഇതിപ്പോ ഫുൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന മരങ്ങളിലെല്ലാം ആദ്യം പൂവാ വരണം. പൂ വന്നു കഴിഞ്ഞാൽ പൂ പൊഴിഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ ഇല വരും. അതെ അതെ. നമ്മളിപ്പോ 1 മാസം കഴിയുമ്പോഴത്തേനും സ്പ്രിംഗ് ആയി. നമ്മൾ വിചാരിച്ചത്രയും തണുപ്പില്ല കേട്ടോ. പ്രാവശ്യം ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ ഏറ്റവും തണുപ്പുള്ള സമയത്ത് നമ്മള് നാട്ടിലല്ലേ. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞ എന്റെ നമുക്കൊന്നും യേശുല്ലേ. നമുക്ക് കുഴപ്പമില്ല. നമ്മളേതായാലും രക്ഷപ്പെട്ടു കേട്ടോ. തണുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വന്നത്. ഈ മരങ്ങളൊക്കെ കണ്ടോ എല്ലാ ഇല ഒഴിഞ്ഞേക്കണോ. നമ്മള് പോകുന്ന സമയത്ത് ഫുൾ ഓറഞ്ച് ആയിരുന്നു അല്ലെ? ഈ മരങ്ങളെല്ലാം ഓറഞ്ച് കളർ ഇലയായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. കുറച്ച് ചെറിയ കരച്ചിലാണ് കേട്ടോ ലാസ്റ്റ്. എന്നെ പേരാ? അതെ അതെ അതെ. ഇത്ര നേരം ഭയങ്കര കരച്ചിലാണ്. ഇപ്പൊ എന്താ കരച്ചിലൊന്നും ആശ്വാസമാണ്. അവന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കൊച്ചിനെ എടുത്തിട്ടുണ്ടെങ്കിൽ കരയാതിരിക്കും. 10 മിനിറ്റ് ആയാലും ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ. ഇനിയിപ്പൊ നമ്മള് പ്രാം എടുത്തിട്ടുണ്ട്. പ്രാമിൽ വെക്കുമ്പോഴായിരിക്കും ഇനി അടുത്ത കരച്ചിൽ. കാരണം ഇതിനൊന്നും ഇപ്പം കുറച്ച് നാളായിട്ട് ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലാത്തോണ്ട് അമ്മമാരുടെ എളിയുന്ന ഇറങ്ങി പഠിക്കാത്തോണ്ടല്ലേ. അതുകൊണ്ട് എന്റെ മടി ഇങ്ങനെ ഇരുന്നാ മതി. അല്ലെങ്കിൽ എന്റെയോ അല്ലെങ്കിൽ മമ്മിയുടെ ഇച്ചാന്റെ അടുത്ത് പോലും അവൻ പോയില്ല. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരാളുണ്ടെന്നൊക്കെ റീവ് മനസ്സിലാക്കി തുടങ്ങിയോ. എന്റെ മുഖമൊക്കെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നെ. അതെ, എനിക്കത് കൈമാറാൻ പോലും സത്യം പറയാം ഇപ്പൊ പറ്റില്ല. കുറച്ചൊക്കെ കഴിയുമ്പോൾ ഞാൻ യൂസ്ഡ് ആയിക്കോളൂ കേട്ടോ. നിന്റെ കാര്യമല്ല പറഞ്ഞത്. ഒരാളുടെ മോന്തടിക്ക് നോക്കിച്ചേ. ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മളെ വിളിച്ചിട്ട് വന്നു. ഉറങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് ചായ? അവിടെ ഓടിച്ചിട്ട് ഇവിടെ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് ചായ? അവിടെ ഓടിച്ചിട്ട് ഇവിടെ ഓടിക്കുമ്പോ നല്ല വ്യത്യാസമുണ്ട്. എന്തോ എന്തായിരുന്നു ഒരു പഴഞ്ചൊല്ല് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് എന്തായിരുന്നു? നമ്മള് അറബിക്കടലിൽ നീന്തിയിട്ട് തോട്ടിൽ നീന്തുന്നതിന് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, വണ്ടികളുടെ ബഹളവും പിന്നെ അങ്ങനെ ഭയങ്കര രസമാണ് നാട്ടിലോടിക്കാൻ. ഗിയറും ഇവിടെ ഓട്ടോമാറ്റിക് ആണ്. റോഡിലൊരു മനുഷ്യനില്ല. പിന്നെ എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ്. അപ്പൊ നമ്മളൊരു മെഷീൻ ഓടിക്കുന്ന പോലെ വെറുതെ കയറി ഇരുന്നങ്ങ് ഓടിച്ചാൽ മതി. എനിക്ക് പക്ഷെ നാട്ടിൽ ഓടിക്കണം ഇഷ്ടം. എനിക്കൊക്കെ അവിടെ ഓടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാട്ടിൽ ഓടിയൊരു പ്രത്യേക കുറച്ച് ടഫാന്നുള്ളൂ. പക്ഷെ നാട്ടിൽ ഓടിയ ത്രില്ല്. പിന്നെ ഞാനിങ്ങനെ കുത്തി എല്ലായിടത്തും കയറ്റി പോകുന്ന കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുന്നു, നാട്ടിലായിരുന്നപ്പോ എന്ത് സുഖമായിരുന്നു. എന്തൊരു സ്വപ്ന ലോകത്ത് നിന്ന് നമ്മള് റിയാലിറ്റിയിലേക്ക് വന്ന പോലെയായിരുന്നു കേട്ടോ. കഴിഞ്ഞ 1 മാസം നമ്മളങ്ങോട്ട് അല്ലടി ഭയങ്കരമായിട്ട് സന്തോഷിച്ച് തകർത്ത് മറിഞ്ഞ്. ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഒരു എനർജി ഇല്ല. അതായത് അല്ലെ ശ്മശാനം മൂകത കേട്ടോ. അവരാരും ഇല്ല. ഭയങ്കര തിരക്കൊക്കെ ഭയങ്കര കുറവാണ്. നമ്മളിപ്പോ ഞാനിപ്പോ ഇതന്നെ ഇപ്പൊ റോഡിലൊന്നും തിരക്കൊന്നുമില്ല. അതുപോലെ തണുപ്പൊക്കെ നമ്മൾ ആ ഒരു കാലാവസ്ഥയും നാട്ടിൽ നല്ല മഴയും ഇവിടെ പെട്ടെന്ന് തണുപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ അറിയാണ്ട് ഒതുങ്ങിക്കൂടി പോകും കേട്ടോ. വരുമ്പോ നമ്മൾ ആദ്യം ഒരു ഇന്ത്യൻ സ്റ്റോറിലാട്ടോ പോകുന്നത്. നമുക്ക് അത്യാവശ്യം പിള്ളേർക്ക് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ ആദ്യം വാങ്ങിക്കണം. നമുക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ മുളക് തീർന്നു. മറ്റേ നമുക്ക് മമ്മി ഉണ്ടായിരുന്നപ്പോ മുളക് ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മുളകുണ്ട്. ഇപ്പൊ അതെല്ലാം തീർന്നു. ഇപ്പൊ ഞങ്ങള് മമ്മിയോട് പറയാം. ഇപ്പൊ ഞങ്ങള് മമ്മിയുടെ അച്ചാറിട്ട് മുളക് അമ്മ പിക്കിൾ ചെയ്ത് വെച്ചേക്കുന്ന മുളക് എടുത്തിട്ട് കറികളെല്ലാം ഉണ്ടാക്കണം. ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോ അതായിരുന്നു. സാമ്പാർ ഉണ്ടാക്കിയപ്പോഴാണ്. ആരോടും പറയണ്ട. വേറെ ഗതികേട് നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഒരു കൈയൊക്കെ ഓൾറെഡി പുറത്ത്. ദൈവമേ ഊർന്നിറങ്ങുന്നുണ്ട്.
അവനൊക്കെ പഠിച്ച സാധനം കണ്ടോ. നാട്ടില് വണ്ടിക്കകത്ത് കാരണം ഓടി നടക്കുവായിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോ മടി വന്നിരിക്കുവായിരുന്നു. കൈ പിടിക്കാൻ കൊച്ചു ഈച്ച എവിടെയാ? എല്ലാവർക്കും ഹായ് പറഞ്ഞേ. ഹായ്. ഈ ഇന്ത്യൻ സ്റ്റോറിൽ വരുമ്പോഴേ ഒരു ഗുണമുണ്ട് കേട്ടോ, നല്ല ചായ കുടിക്കാം അല്ലേ? കാടം ടീ അത് നമുക്ക് ഒരെണ്ണം മേടിക്കണം. ബോളിവുഡ്, അതെ അതെ, ബോളിവുഡ് നൈറ്റ് ബൈ DJ സുഗേതു. ഇങ്ങനെ ഇവിടെ നടക്കണ ലോക്കൽ ന്യൂസുകളൊക്കെ ഇതുപോലെ ബുള്ളറ്റിനായിട്ട് വരും കേട്ടോ. ആണോ ഗർഭാനായിട്ട് പച്ചക്കറി എന്തെങ്കിലും മേടിക്കണ്ടേ? നമുക്ക് എന്നാ മേടിക്കണ്ടേ? വെണ്ടയ്ക്ക മേടിച്ചാൽ വെണ്ടയ്ക്ക, ചീര, എല്ലാ സാധനം മേടിക്കാം. പാലക്കൊക്കെ മേടിക്കാം അല്ലേ? പാലക്കാണോ വെച്ചത്? ഒരു പിടുത്തമില്ല, തമ്പുരാൻ അറിയാം. കണ്ടിട്ട് അല്ലല്ലോ, പാലക്കല്ലേ, ചോദിച്ചിട്ടെടുക്കാം നമുക്ക്. ചിലപ്പോ കണ്ടിട്ട് ചീര, അത് എന്ത് ചീരന്ന് അറിയത്തില്ല, പാലച്ചീരയാണെന്ന് അറിയത്തില്ല. നമുക്ക് ചോദിച്ചിട്ടെടുക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാവയ്ക്ക, എല്ലാ സാധനവും കേട്ടോ. പാവയ്ക്കുണ്ട്, ചാച്ചന്റെ സാധനം ബീറ്റ്റൂട്ട്. നമുക്ക് ഒക്കറ എടുക്കാം, വെണ്ടയ്ക്ക എടുക്കാം. ഒക്കറ ബജ്ജിമുളക് ഉണ്ടല്ലോ. ബജ്ജിമുളക് ഉണ്ട്, അതെ അതെ അതെ. ഇതാ ബജ്ജിമുളക്. ആ ശരിയാ. ഇതെന്താ സാധനം? ഇതാന്ന് തോന്നുന്നു, മെലാണാന്ന് തോന്നുന്നു. ഇതെടുത്തു. കരിമ്പോ ഒരു കടി അടിപൊളി കൊള്ളാലേ. സ്പെഷ്യൽ ഒക്കേഷൻ വല്ലതും ഉണ്ടോ പോലും അറിയില്ല. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ, ഇനിയും കുറെ സാധനങ്ങൾ പാലച്ചീരയാണെന്ന് തോന്നിക്കുന്ന സാധനത്തിൽ ഒരു സംഭവം നമ്മൾ കണ്ടു. ചീര എന്തായാലും എടുത്തിട്ടുണ്ടോ? ചീരക്കറി വെക്കാം തോന്നുന്നു. അതെ അതെ. ഇത് വേണം മിറ? നോ. രണ്ട് നിമിഷം ഞാൻ പറയട്ടെ, പിള്ളേർ ചപ്പാത്തി കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് മതി, ഇത് നല്ലതായിരിക്കും എനിക്ക് തോന്നണേ. പക്ഷെ അവിടെ പുറത്ത് നമ്മുടെ അവിടുത്തെ പോലെ ചപ്പാത്തി ഇരിപ്പുണ്ട്, നമ്മൾ കൊണ്ടുവന്ന അവിടെ ഇരിപ്പുണ്ട്, ഞാൻ കണ്ടു. റെഡി ടു ഈറ്റ്. ഫ്രോസൺ ഒന്നല്ല, റെഡി ടു ഈറ്റ്. പക്ഷെ നമ്മുടെ നമ്മുടെ നാട്ടിലത്തെ ഉണ്ട് കേട്ടോ. ശരിയാ, ഇത് അടിപൊളിയാട്ടോ. ഇതാ നോക്കണം, നമ്മളന്ന് എല്ലാവരുടെ കറങ്ങാൻ പോയി, എല്ലാവരുടെ മറ്റേ ടൊമാറ്റോ മുറുക്ക് അവിടെ ഭയങ്കര പെടുത്തുന്നു. ഉണ്ണിമോക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചിപ്സും ചക്കവറുത്തും എല്ലാം നിങ്ങൾ വരുമ്പോ കാണിച്ചാറോ, വീട്ടിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഏത് നേരം അതാണ് നമ്മുടെ പരിപാടി, ചോറൊന്നും വേണ്ട. അതെ, ചിക്കൻ മസാലകൾ എന്തെങ്കിലും വേണോ? വേണം. നമുക്ക് അധികം മേടിക്കേണ്ട കാര്യമില്ല. നാട്ടിൽ നിന്ന് ഇനി അടുത്ത ആഴ്ച ഒരു വലിയ പെട്ടി വരുന്നുണ്ട്. പാഴ്സൽ ഞങ്ങൾ നാട്ടിൽ നിന്ന്, ഞങ്ങൾക്ക് വെയിറ്റ് കുറയാണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് പാഴ്സൽ അയപ്പിച്ചിട്ടോ. അപ്പം അടുത്ത ആഴ്ച വരുന്നുണ്ട്. അപ്പം അത്ര നാൾ പിടിച്ചേക്കാനുള്ള സാധനങ്ങൾ മതി നമുക്ക്. തൽക്കാലം ആവശ്യമില്ലായിരിക്കും അല്ലേ? നാട്ടിൽ നിന്ന് കൊണ്ടിരിക്കുക അല്ലേ? അങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. നമ്മുടെ ചായ മേടിച്ചോട്ടോ, അതേ അവിടെ ഇരിപ്പുണ്ട്. സൂപ്പർ ചായ. എത്ര നാളെയല്ലേ ചായ കുടിച്ചിട്ട്? ഞങ്ങൾക്ക് ഭയങ്കര ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഒരു ചായ കണക്കാം. ഞങ്ങൾ എല്ലാവരുടെ സിപ്പ് ചെയ്യും, എന്നാലും ഒരു ചായ ഞങ്ങൾ മേടിക്കും. എല്ലാവരും കൂടെ കുടിക്കും. അതെ അതെ, മേടിക്കാതെ പോരില്ല ഞങ്ങൾ. നല്ല സുഖമാകും. മിറായിക്കൊക്കെ മനസ്സിലായിട്ടോ ആ ഡോള് പിടിക്കാം. കാർ സീറ്റിൽ ഇരിക്കാവുന്ന പിള്ളേർക്കല്ലേ മിറായിക്ക് ശരിക്കും മനസ്സിലായി. ഇവനും മനസ്സിലായിട്ടില്ല കേട്ടോ ഇതുവരെ, സമ്മതിക്കണ പോലും ഇല്ല വെക്കാൻ. മിറ തന്നെ മിടുക്കിയായിട്ട് കാർ സീറ്റിൽ കയറി ഇരുന്നോളും. വന്നപ്പോ ഒരു ഇച്ചി കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സിഡ്നിയിൽ നിന്ന് വന്നപ്പോ അല്ലേ? നിമിഷ, ഇനി സൂപ്പർ മാർക്കറ്റിൽ പോണോ? മേടിക്കാൻ പറഞ്ഞ ലിസ്റ്റ് പറയട്ടെ. ഓണിയൻ, ഓട്സ്, ട്യൂണ, എഗ്, പാസ്ത, ഫുഡ്സ് ഫോർ കിഡ്സ്, ബ്രെഡ് ക്രംസ്, പൊട്ടറ്റോ, ആപ്പിൾ. ഇത്ര സാധനമുള്ളല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു പർച്ചേസിങ് കഴിഞ്ഞായിരുന്നു. തന്നെ പോയി മേടിച്ചല്ലോ. പാലും മുട്ടയൊക്കെ മേടിച്ചായിരുന്നു. പിള്ളേർക്കുള്ള സാധനങ്ങൾ മസ്റ്റായിട്ട് മേടിക്കണം. നമ്മള് മൂളീസിനോടെ കയറാന്ന് വിചാരിച്ചോട്ടോ. പിള്ളേർക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടേ. പാടാ കുഞ്ഞാ, മുറുക്കുട്ടെ വാവനെ എടുക്കുന്നുണ്ടോ? ആപ്പിള്. ഇവൾക്ക് നമുക്ക് ഇവിടുത്തെ ഫുഡ് കുറച്ച് കൊടുക്കണം, കാരണം ഇപ്പോൾ ഡേ കെയറിൽ പോകുമ്പോഴത്തേന് ഇവിടെ ഇപ്പം അധികം ഒന്നും ഇങ്ങനെ ഇവിടുത്തെ ഫുഡാണ് അവർ കൂടുതൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അധികം ഒന്നും കഴിക്കുന്നില്ല. നമ്മുടെ ഫുഡിലേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. അതുപോലെ ട്യൂണ സാൻഡ്വിച്ച് ഒക്കെ അവിടെ അവളെ ഒന്നും കഴിക്കില്ല. അവിടെ നമ്മൾ ഇനി ഇവിടുത്തെ ഫുഡ് ഇച്ചിരി ഒരു ഇത് കൊടുക്കണം. നമ്മൾ ചോറും പപ്പടവും നെയ്യും അവിടെ ചെന്ന് കൊടുക്കുന്ന ഫുഡൊന്നും അവൾ കഴിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷ് ഫുഡിലേക്ക് തിരിയാൻ പോവാണ്, നിറയ്ക്ക് വേണ്ടി മാത്രം. അങ്ങനെ കാത്തിരുന്ന ആ ദിവസം വന്നിട്ടില്ല. പക്ഷെ തക്കാളി കിലോ തക്കാളിക്ക് വില മറ്റത് $9 $10. നമ്മൾ പോയപ്പോ നമ്മളാണ് എല്ലാ കറിക്കും തക്കാളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി. അമ്മയ്ക്കാണെങ്കിൽ തക്കാളി അമ്മയ്ക്ക് ഇഷ്ടമാണ്.
1 കിലോ കൂടുതലാണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ. ടൊമാറ്റോ കറക്റ്റ് 1 കിലോ. അത് കുഴപ്പമില്ല. എത്ര ഉള്ളതുണ്ടോ? കറക്റ്റ് 1 കിലോ. അതിനിടയ്ക്ക് നിമിഷ വേറൊരു കടയിൽ കയറി എന്തൊക്കെയോ വാങ്ങിച്ചു. എന്താടി വാങ്ങിച്ചത്? കെമിസ്ട്രി കയറി. എനിക്ക് ചെറിയ ലിപ്സ്റ്റിക് ആണോ? എനിക്ക് ഇതിനോടുള്ള ഭ്രാന്ത് ഒരിക്കലും തീരത്തില്ല ചായ. എനിക്ക് ഓരോ ദിവസവും ഇങ്ങനെ ഓരോരോ കളർ ഇങ്ങനെ എനിക്ക് എന്തോരം ലിപ്സ്റ്റിക് ഉണ്ട്. ഞാൻ ഇങ്ങനെ കളക്ഷൻ ചെയ്ത് വെച്ചിട്ട് അത്രയ്ക്കുണ്ട് എനിക്ക് ലിപ്സ്റ്റിക്. ബാക്കിയൊന്നുമില്ല. പക്ഷെ എനിക്ക് എവിടെ പോയാലും ലിപ്സ്റ്റിക്. ഓൾറെഡി 3 സത്യം. എനിക്ക് ബോഞ്ചേട്ടൻ വന്നപ്പം സാറ കൊടുത്തു വിട്ടായിരുന്നു. എനിക്കൊരു 3 കൊടുത്തിട്ട് ഒരെണ്ണം ഞാൻ മമ്മിക്ക് കൊടുത്തു. 3 ഉണ്ടായിരുന്നു. അത് 2 എനിക്കുണ്ട്. പിന്നെ അതിന്റെ വേറൊരു കളറൂടെ ഞാൻ ഇന്ന് മേടിച്ചു. അതൊരു സൂപ്പർ സാധനമാണ്. ഇതുണ്ടോ മെബലിന്റെ സൂപ്പർ വിനൈൽ ഇങ്ക് കേട്ടോ. ഇത് ട്രൈ ചെയ്യണം എല്ലാവരും. അതായത് മാറ്റ് ഇഷ്ടപ്പെടും. ഇപ്പൊ ഞാൻ ഇട്ടേക്കടെ മാറ്റ് ആണ് കേട്ടോ. മാറ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇത് ഇച്ചിരി ഗ്ലോസി ആണ്. അങ്ങനെ ഗ്ലോസി ആയിട്ട് കുറെ നേരം ഇത് നിൽക്കും. സാധാരണ നമ്മൾ അങ്ങനെ ഇത് ഫൗണ്ടേഷൻ. ഇത് നമ്മുടെ ലോറിയലിലെ മെബലിന്റെ തന്നെ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പിള്ളേരൊക്കെ ഹാപ്പി ആയില്ലേ? ഹാപ്പിയായി. റീവ് അവിടെ പാല് കുടിച്ചോണ്ടിരിപ്പുണ്ട്. മിറക്കണ്ണാടത് സോഫയൊക്കെ എടുത്ത് ചാടിക്കൊണ്ടിരിപ്പുണ്ട്. മീനു റീവിനാന്ന് തോന്നുന്നല്ലേ ചായ കാർ സീറ്റ് ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. റീവിന് ഇച്ചിരി മടിയാ. റീവ് നാട്ടില് സ്വിച്ചിരുന്ന് പോയതല്ലേ? നിലത്തും ഫുൾ കാറി കിടന്നങ്ങ് വരവ് വരുന്നല്ലേ? നിറ കുറച്ചും കൂടെ നമ്മുടെ കൂടെ ഒക്കെ ഇവിടെ ഓൾറെഡി ഇരുന്നിട്ടുണ്ടല്ലോ. നിറയ്ക്ക് കുഴപ്പമില്ലായിരുന്നേ. ഇവരെ എന്ത് ചെയ്യുന്നേ? പാസ്ത. ഞങ്ങൾ പാസ്ത ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി മുതൽ മിറക്കോട്ടിന് പാസ്ത ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പോവാം. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് ആദ്യമായിട്ട്. നമ്മൾ വീട്ടിൽ അങ്ങനെ കൊടുക്കാറ്. നമ്മൾ കൂടുതലും നമ്മുടെ ഫുഡ്, അതായത് ദോശ, ഇഡലി അങ്ങനെയൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത്. നമ്മള് ഒന്ന് മാറ്റി പിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ബേക്കറി പോകുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ട്. കാരണം അവൾ അത് കഴിക്കുന്നില്ല അവരുടെ ഫുഡൊന്നേ. നല്ല ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്. സൂപ്പർ ഫുഡാ. കഴിച്ചാൽ ഇത്ര നല്ല ഫുഡില്ല. പക്ഷെ നിങ്ങൾ കഴിക്കൂല കേട്ടോ. കുഴപ്പമില്ല, പയ്യെ നമുക്ക് ശരിയാക്കി. പാൻ കേക്കും മേടിച്ചിട്ടുണ്ടല്ലേ? ദോശക്കൊക്കെ പാൻ കേക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഒരുവണ മേടിച്ചു കൊടുത്തപ്പം കോവിലൂർ പാലസിൽ നിന്ന് അല്ലേ, അവിടുന്ന് പാൻ കേക്ക് കൊടുത്തപ്പോൾ മിറയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റീവിനും ഇഷ്ടപ്പെട്ടു കേട്ടോ. ചാച്ചനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നിങ്ങൾ അവരുടെ വ്ളോഗിലൊക്കെ കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു. അവരുടെ വ്ളോഗ് എല്ലാവരും കാണണം. ഞങ്ങൾക്ക് അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരില്ലാത്തതിന്റെ വിഷമം ഞങ്ങള് അല്ലെ എല്ലാവരും ആരില്ലാത്തതിന്റെ വിഷമം നമുക്ക് നന്നായിട്ടുണ്ട്. അത് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വലിയൊരു ഗ്യാപ്പാണ് ശരിക്കും പറഞ്ഞാൽ അവരില്ലാത്തതെന്ന് പറഞ്ഞാൽ അല്ലെ. വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. അമ്മ ഇല്ലാത്തതിന്റെ ഫീലിങ്സ് നമുക്ക്. മറ്റേത് എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നാൽ മതി. ഇതിപ്പം അല്ലെ ഫുൾ ക്യാമറ എന്റെ മുഖത്തേക്കാണ്. അപ്പൊ എന്താ നിമിഷം നമ്മുടെ എന്താ പറയാ ഷോപ്പിംഗ് ചെയ്യുന്നത് കഴിഞ്ഞില്ലേ? നമ്മൾ പറഞ്ഞ പോലെ ഓൾറെഡി ഇത് ഭയങ്കര രാത്രിയായിട്ടോ. രാത്രി ഇരുട്ടി പുറത്തൊക്കെ ഓൾറെഡി ഇരുട്ടി. ഞങ്ങൾ കയറി വന്നപ്പോഴത്തേക്കും നല്ലൊരു പാട്ട് പാടി നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യാം. അതുപോലെ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണോ ചിലർ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യും നിമിഷ ഫിലിം സോങ് മാത്രമേ പാടുന്നുള്ളൂ. അതിൽ ഒരാളുണ്ട് എനിക്ക് ഹണി ജെയിംസ് കണ്ടോട്ടെ പേര് അല്ലെ, ഒരു അക്കൗണ്ട് ഉണ്ട്. എപ്പോഴും നമ്മുടെ വീഡിയോ താഴെ നെഗറ്റീവ് കമന്റ് മാത്രം ഇടുന്ന ഒരാളാണ് അല്ലെ. പുള്ളിക്കാരിക്ക് വേണ്ടി നീ ഒരു ക്രിസ്ത്യൻ സോങ് പാടിയേക്കാം. എല്ലാവർക്കും കാരണം എന്നോട് പ്രത്യേകം അങ്ങനെ പറയാറുണ്ട് ചിലവരൊക്കെ. അപ്പം ക്രിസ്ത്യൻ സോങ് കേൾക്കാൻ ആഗ്രഹിക്കും. അല്ല, പാട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, പുള്ളിക്കാരി ബാക്കി എന്ത് കാര്യത്തിലും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്തേക്കുക അമ്മ സെന്റി അടിച്ചു. അങ്ങനത്തെ കുറെ നാളായിട്ട് നമ്മൾ കാണുന്നതാണ്. അമ്മ സെന്റി നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. നമുക്ക് ആർക്കാലും വിഷമം. സ്വന്തം പിള്ളേർ പോകുമ്പോൾ നമുക്ക് ആർക്കാലും സങ്കടം വരും. അത് അങ്ങനെയൊക്കെ നമുക്ക് കണ്ടപ്പോൾ ഒരു വിഷമമായി. അങ്ങനെയൊക്കെ മമ്മീനെ അമ്മ സെന്റി അടിച്ചു എന്നൊക്കെ എഴുതിയത് അതൊക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വിഷമമാണ്. അതിപ്പോ ഒരു സജഷൻ പോലെ പറയാണ്. എന്താ നിമിഷം ഒരു ക്രിസ്ത്യൻ പാട്ട് പാടുന്ന പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പാടും. അങ്ങനെ അത് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഒരു പാട്ടിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്. അതല്ലാതെയും നമ്മൾ എന്ത് വീടിയിട്ടാലും അതിനൊരു നെഗറ്റീവ് കണ്ടെത്തി പുള്ളിക്കാരി എപ്പോഴും കമന്റ് ചെയ്യും കേട്ടോ. ഞങ്ങൾക്ക് പേര് പറയേണ്ട വന്നതിൽ ക്ഷമിക്കണം. കാരണം നമ്മൾ കുറെ നാളായിട്ട് പറയാതിരിക്കുമായിരുന്നു. പക്ഷെ പുള്ളിക്കാരി എന്താ പറയാ പുറകെ നടന്ന മനുഷ്യനെ ശരിക്കും എന്താ പറയാ അത് സാരമില്ല. ഇപ്പം അല്ലേ, ഇനിയിപ്പം കമന്റ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്തോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് നല്ല നല്ല കമന്റ്സ് വരുന്നുണ്ട്. അതിന്റെ കൂടെ ഇതുപോലത്തെ 2-3 കമന്റുകളും കാണും. അപ്പം നിമിഷ ക്രിസ്ത്യൻ സോങ് എന്നാ പഠിക്കും, പുള്ളിക്കാരിക്ക് ഹാപ്പി ആവട്ടെ അല്ലെ. എല്ലാവർക്കും അങ്ങനെ ക്രിസ്ത്യൻ സോങ് ചോദിച്ചവർക്കും കൂടെ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. മനസ്സൊന്നു നോവുമ്പോൾ അറിയുന്ന സ്നേഹം ദൈവമേ നീയല്ലയോ, മിഴിനീരു തോരുമ്പോൾ അറിയുന്ന സ്നേഹം ദൈവമേ നീയല്ലയോ, എൻ്റെ ദുരിതങ്ങളിൽ തണലാവുന്നു നീ, എൻ്റെ അധരങ്ങളിൽ ശാന്തിയാവുന്നു നീ, എൻ്റെ ദുരിതങ്ങളിൽ
മനസ്സൊന്നു നോവുമ്പോൾ അറിയുന്ന സ്നേഹം ദൈവമേ നീയല്ലയോ. നീ ഉണ്ടാക്കി പാട്ടാണോ ഇത്? അല്ല അത് അങ്ങനെയല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പ്രത്യേകം എടുത്തെന്ന് പറയാട്ടോ. ഇത് എൻ്റെ കൂടെ ബാച്ചിലർ, എൻ്റെ കൂടെ നഴ്സിംഗ് പഠിച്ച എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ജീസസ് യൂത്തിൻ്റെ, ഞങ്ങളുടെ കോളേജിൽ നിന്ന് ജീസസ് യൂത്തിൻ്റെ ഒരു ധ്യാനത്തിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പം അവിടെ ഞങ്ങൾ ജീസസ് യൂത്തിൻ്റെ അവിടെ ഒരു പാടിയ ഒരു സോങ്ങാണ്. എനിക്കൊന്ന് അവർ ഉണ്ടാക്കിയ സോങ്ങാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സോങ്ങാണ്. എന്നെ എൻ്റെ ബാച്ചിലുള്ള പിള്ളേർ എപ്പോഴും പാടിപ്പിക്കുമായിരുന്നു ഈ പാട്ട് മനസ്സും നോക്കുമ്പോൾ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ വീഡിയോ പയ്യെ വൈൻഡപ്പ് ചെയ്താലോ നിമിഷ? ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. തനിയുള്ള ജീവിതം ഞങ്ങൾ പയ്യെ തുടങ്ങിയാണല്ലേ. പേരൻസ് ഒന്നും ഇല്ലാത്ത എല്ലാവരും ചോദിക്കുന്നത് നിമിഷ എങ്ങനെയാ റീവിനെ എങ്ങനെ നോക്കുന്നൊക്കെ. അപ്പം അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡേ രണ്ടുപേരും ഡേ കെയറിലൊക്കെ വിടാനായിട്ട് ഞങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ അല്ല മൺഡേ തൊട്ട് ഞങ്ങൾ ഡേ കെയർ വിടും കേട്ടോ. പിന്നെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകാൻ കുഴപ്പമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അതെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ ഞങ്ങളുടെ അടിപൊളി വീഡിയോ ആയിട്ട് വരും. അതുവരെ നിമിഷ ബൈ. മിറ എന്നാ കഴിക്കുന്നേ? യെസ്. എന്നൊരു ബൈ കൂടെ പറഞ്ഞേക്കാവോ? ഇവനെന്ത് ബൈ? അവിടെ മലന്ന് കിടന്ന് പാല് കുടിച്ചോണ്ടിരിക്കുക. പിന്നെ